ഇന്നലെ തിരുവനന്തപുരത്തെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് മടങ്ങും. ലോക്ഭവൻ എന്ന പേര് മാറ്റിയ ശേഷം ഗവർണറുടെ ഔദ്യോഗിക വസതിയിലെത്തിയ ആദ്യത്തെ അതിഥിയായിരുന്നു രാഷ്ട്രപതി. വിവരങ്ങളുമായി ശ്രീനന്ദ ചേർന്നു. ശ്രീനന്ദ, ഇന്നലെയായിരുന്നു നാവികസേനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി രാഷ്ട്രപതിയുടെ മുന്നിൽ നാവികസേന ഒരു നേവി ഷോ നടത്തിയത്. അത് പങ്കെടുത്ത ശേഷം ഇന്ന് പേര് മാറ്റിയ രാജ്ഭവൻ ലോക്ഭവനിൽ ഇന്ന് രാഷ്ട്രപതി എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അമൽ, കഴിഞ്ഞ ദിവസമായിരുന്നു നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു തലസ്ഥാനത്തെത്തിയത്. തലസ്ഥാനത്തെത്തി ഇന്നലെ വൈകുന്നേരത്തോടുകൂടി 8 മണിയോടുകൂടി തന്നെ രാജ്ഭവൻ എന്ന പഴയ നാമത്തിൽ നിന്ന് ഇന്നലെ പുതിയ നാമം കൈക്കൊണ്ട ലോക് ഭവനായ ഗവർണറുടെ ഔദ്യോഗിക വസതിയിലേക്ക് രാഷ്ട്രപതി എത്തിച്ചേരുന്നൊരു സാഹചര്യമുണ്ടായി. എത്തിച്ചേർന്ന ശേഷം ഇന്ന് രാഷ്ട്രപതി ഇവിടെ നിന്ന് തിരികെ മടങ്ങും. ഇന്ന് തിരുവനന്തപുരം ടെക്നിക്കൽ ഏരിയയിൽ നിന്നുള്ള ചാർട്ടേഡ് വിമാനത്തിലാകും രാഷ്ട്രപതി മടങ്ങുക. 9:30 തന്നെ രാഷ്ട്രപതി ഗവർണറുടെ ഔദ്യോഗിക ഭവനമായ ലോക് ഭവനിൽ നിന്ന് ഇറങ്ങി മടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ലോക് ഭവന്റെ മുൻവശത്താണ് നിൽക്കുന്നത്. പുതിയ നാമം ലോക് ഭവൻ ആക്കിയത് ഇന്നലെയാണ്. ആ ഒരു ബോർഡ് അവിടെ വെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിനുശേഷം ആദ്യമായി ലോക് ഭവനിലേക്ക് എത്തിയ ഒരു അതിഥി കൂടിയാണ് എന്തായാലും രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്നലെ 150 നാവികസേന അംഗങ്ങളാണ് രാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകിയത്. ഇന്നലെ നാവിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ശംഖുമുഖത്ത് നടന്ന നാവിക ദിന ഒരു ഡെമോ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ ശേഷമാണ് ഇന്നലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണറുടെ ഔദ്യോഗിക വസതിയിലെത്തിയത്. എന്തായാലും ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേര് മാറ്റിയ ശേഷമുള്ള ആദ്യത്തെ അതിഥിയാണ് രാഷ്ട്രപതി എന്നുള്ളത് ഏറെ ശ്രദ്ധേയകരമായ ഒരു കാര്യമാണ്. ശംഖുമുഖത്തെ സേനാഭ്യാസങ്ങളിൽ പടക്കപ്പലുകളും അതുപോലെ തന്നെ അന്തർവാഹിനികളും ഒക്കെ അണിനിരന്നിരുന്നു. അതിനുശേഷം പൊതുജനങ്ങൾക്കും ഈ ഒരു അഭ്യാസ പ്രകടനങ്ങൾ കാണാനുള്ള അവസരം ഒരുക്കിയിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് രാഷ്ട്രപതി തിരികെ ഗവർണറുടെ ഔദ്യോഗിക ഭവനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇന്ന് 9:30 തന്നെ ഇവിടെ നിന്ന് രാഷ്ട്രപതിയുടെ മടക്കമുണ്ടാകും. എന്തായാലും ഈ വർഷം 2ാം തവണയാണ് രാഷ്ട്രപതി തലസ്ഥാനത്ത് എത്തുന്നതുള്ളതൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഏതായാലും ലോക് ഭവനിലെത്തിയ ആദ്യത്തെ അതിഥി എന്നുള്ള ഒരു പേര് കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ ശ്രദ്ധേയകരമായ ഒരു കാര്യം. അമൽ.